ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് എവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇന്നത്തെ IPL മത്സരത്തിൽ RCBക്കെതിരെ 6 വിക്കറ്റിൻ്റെ വിജയവുമായി ഡൽഹി 6 പോയിന്റോടെ 5ാം സ്ഥാനത്തേക്ക് എത്തുന്നു. ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടുള്ള മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തം കാണികൾക്ക് മുന്നിൽ 10 റൺസിൻ്റെ വിജയവുമായി പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്തേക്കും എത്തുന്നു. 6 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റോടെ ചെന്നൈ ഇപ്പോഴും 8ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. ടോസ് ലഭിച്ച ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് ഹൈദരാബാദിനെ അവരുടെ സ്വന്തം കാണികളുടെ മുന്നിൽ ബാറ്റിങ്ങിന് അയക്കുമ്പോൾ 20 ഓവറിൽ 194 റൺസാണ് ഹൈദരാബാദ് നേടിയെടുത്തത്. അഭിഷേക് ശർമ്മയുടെ 50 തന്നെയായിരുന്നു അവരുടെ സ്കോറിങ്ങിന് വേഗത കൂട്ടിയത്. 39 പന്തിൽ 56 റൺസ് എടുത്ത ക്ലാസനും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ സ്കോറിങ്ങിന്റെ നെടും തൂണായി നിലനിന്നു. അവസാന ഓവറുകളിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മികവുറ്റ ബൗളിംഗ് പ്രകടനം തന്നെയായിരുന്നു. ആദ്യ ഓവറിൽ 15 റൺസ് വഴങ്ങിയ അൻഷുൽ കംബോജ്, പിന്നീട് ഡെത്ത് ഓവറിൽ ബൗൾ ചെയ്യാനെത്തിയ കംബോജ് 2 ഓവറുകളിൽ വെറും 7 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകളാണ് നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് 200 മുകളിലേക്ക് പോകാതെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ സ്കോറിംഗ് പിടിച്ചുകെട്ടാൻ ചെന്നൈക്ക് കഴിഞ്ഞത്. എന്നാൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിന് സഞ്ജു സാംസന്റെ വിക്കറ്റ് തുടക്കത്തിൽ തന്നെ നഷ്ടമാകുന്ന കാഴ്ചയാണ് കണ്ടത്. നിതീഷ് കുമാർ റെഡ്ഡി ആയിരുന്നു സഞ്ജു സാംസന്റെ വിക്കറ്റ് നേടിയെടുത്തത്. സഞ്ജു കളിച്ചില്ലെങ്കിൽ ചെന്നൈ ജയിക്കില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. സഞ്ജു സെഞ്ചുറി അടിച്ച മത്സരത്തിലും 48 സ്കോർ ചെയ്ത മത്സരത്തിലും ചെന്നൈ സൂപ്പർ കിങ്സ് വിജയിച്ചിരുന്നു. ആ 2 മത്സരങ്ങൾ മാത്രമാണ് നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സ് വിജയിച്ചിട്ടുള്ളത്. എന്നാൽ സഞ്ജു പുറത്തായ ശേഷമെത്തിയ ആയുഷ് മാത്രയുടെ ഒരു ബാറ്റിംഗ് പ്രകടനത്തിൽ സ്കോറിങ്ങിന് വേഗത കൂടുന്നതും നമ്മൾ കണ്ടു. ആയുഷ് മാത്രയും ക്യാപ്റ്റൻ ഗെയ്ക്വാദും 50 റൺസിൻ്റെ പാർട്ണർഷിപ്പ് പടുത്തുയർത്തിയെങ്കിലും പിന്നീട് തുടരെ 2 വിക്കറ്റുകൾ അവർക്ക് നഷ്ടമാകുന്നു. പിന്നീട് ഒരുമിച്ച മാത്യു ഷോട്ടും സർഫറാസ് ഖാനും വലിയ നഷ്ടങ്ങളില്ലാതെ ചെന്നൈ സൂപ്പർ കിങ്സിനെ മുന്നോട്ട് നയിക്കുന്നു. പക്ഷേ അവിടെ ഇഷാൻ മലിംഗയുടെ കൃത്യമായ ബൗളിങ്ങിൽ സർഫറാസ് ഖാന്റെ വിക്കറ്റും നഷ്ടമാകുന്നു. ക്യാപ്റ്റൻ ഗെയ്ക്വാദിന് ടീമിനാവശ്യമായ ഇന്നിങ്സ് ഇന്നും കളിക്കാനായില്ല എന്നത് വളരെ ഖേദകരം തന്നെയാണ്. 6 മത്സരങ്ങൾ പിന്നിട്ടിട്ടും ക്യാപ്റ്റന്റെ ഇന്നിങ്സ് എന്ന് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു കളി പോലും കളിച്ചിട്ടില്ല ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ ഗെയ്ക്വാദ്. ഇന്ന് നേടിയത് 13 പന്തിൽ 19, ആയുഷ് മാത്രം നേടിയത് 13 പന്തിൽ 30, മാത്യു ഷോട്ട് നേടിയത് 30 പന്തിൽ 34, സർഫറാസ് ഖാൻ നേടിയത് 20 പന്തിൽ 25. ആർക്കും തന്നെ വിജയത്തിലേക്കുള്ള ഒരു ലോങ് ഇന്നിങ്സ് കളിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശിവം ദൂബെ 16 പന്തിൽ 21. ശിവം ദൂബെയുടെ വിക്കറ്റ് നേടിയത് സാക്കിബ് ഹുസൈൻ ആയിരുന്നു. ഒരു യോർക്കർ ബോളിൽ ക്ലീൻ ബൗൾഡാക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി സാക്കിബ് ഹുസൈൻ ക്രിക്കറ്റ് ലോകത്തിന് സമ്മാനിച്ചത്. ക്രിക്കറ്റ് കളിക്കാൻ ഒരു ഷൂ വാങ്ങാൻ പോലും സാമ്പത്തികമില്ലാതിരുന്ന തൻ്റെ മകന് തൻ്റെ സ്വർണ്ണാഭരണം വിറ്റ് തൻ്റെ മകൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് കൂടെ നിന്ന ഉമ്മയ്ക്കുള്ള സമ്മാനം തന്നെയായിരുന്നു ഇന്നത്തെ ശിവം ദൂബെയുടെ വിക്കറ്റ് നേട്ടം എന്ന് പറയേണ്ടിയിരിക്കുന്നു. രാജസ്ഥാൻ റോയൽസിനെതിരെ 4 വിക്കറ്റുകൾ നേടിയ ബൗളർമാരാണ് പ്രഫുൽ ഹിംഗയും സാക്കിബ് ഹുസൈനും. ആ മത്സരത്തിലെ ഹീറോ പ്രഫുൽ ഹിംഗ തന്നെയായിരുന്നു. പക്ഷേ ആ പ്രഫുൽ ഹിംഗ 3 ഓവറിൽ 53. പക്ഷേ അവസാന ഓവർ എറിയാൻ ക്യാപ്റ്റൻ നിഷാൻ കിഷൻ വീണ്ടും കൊണ്ടുവരുന്നു ആ ബൗളറെ. അവിടെയാണ് ക്രിക്കറ്റിലെ പുതുതലമുറയെ ചേർത്ത് പിടിക്കുന്ന മനോഹരമായ കാഴ്ച, ആത്മവിശ്വാസം കൊടുക്കുന്ന കാഴ്ച. അത് എല്ലാ ക്യാപ്റ്റന്മാർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. ഇഷാൻ കിഷൻ ഇന്ന് ബാറ്റിങ്ങിൽ ടീമിന് ഒന്നും തന്നെ സ്കോർ ചെയ്തിട്ടില്ല, 0-നാണ് പുറത്തായത്. CSKയുടെയും SRHൻ്റെയും ക്യാപ്റ്റന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും മികച്ചു നിന്നത് ഇഷാൻ കിഷൻ തന്നെയായിരുന്നു. അവസാന ഓവറിൽ ബോൾ ചെയ്യാൻ കൊണ്ടുവരുന്നത് 3 ഓവറിൽ 53 റൺസ് വഴങ്ങിയ ബൗളറെയാണ്. അവസാന ഓവറിൽ പ്രഫുൽ ഹിംഗെ വഴങ്ങിയത് 7 റൺസ് മാത്രമല്ല ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അവസാന പ്രതീക്ഷയുമായ ജാമി ഓവർട്ടനെ പുറത്താക്കുകയും ചെയ്തു. 10 റൺസിന്റെ വിജയത്തോടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 4 ഓവറിൽ 31 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് എടുത്ത നിതീഷ് കുമാർ റെഡ്ഡിയും 4 ഓവറിൽ 32 റൺസ് മാത്രം വഴങ്ങി 1 വിക്കറ്റ് എടുത്ത സാക്കിബ് ഹുസൈനും 4 ഓവറിൽ 29 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് നേടിയ ഇഷാൻ മലിംഗയും 3 ഓവറിൽ വെറും 18 റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഡിവാൾഡ് ബ്രേവിസിനെ 0-ന് പുറത്താക്കിയ നിർണായക വിക്കറ്റ് നേടിയ ശിവൻ കുമാറും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബൗളിംഗ് നിരയിൽ മികവ് തെളിയിച്ച ദിനമായിരുന്നു ഇന്ന്. അതിൻ്റെ റിസൾട്ട് തന്നെയാണ് 10 റൺസിൻ്റെ വിജയം. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മുൻനിര 3 വിക്കറ്റുകൾ വീഴ്ത്തിയ ഇഷാൻ മലിംഗ തന്നെയാണ് കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്.
IPL ഓരോ മത്സരങ്ങൾ പിന്നിടും തോറും ആദ്യ 4-ൽ ആരിടം പിടിക്കും എന്ന് ഇപ്പോഴും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ് പോയിന്റ് പട്ടികയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിന് ആദ്യ 4-ലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായും ശേഷിക്കുന്ന മത്സരങ്ങളെല്ലാം വിജയിക്കേണ്ടി വരും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ആവേശകരമായ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.